ഗൈസ്, ഞാൻ എന്റെ കാറൊന്ന് ഓടിച്ച് പഠിച്ച് മിനിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ ഗൈസ്. അപ്പൊ എനിക്കൊരു കോള് വന്ന്, ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോള് വന്ന്, ഒരു കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ കുറെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിൽ ഏതാന്നുള്ളത് മനസ്സിലായി. പക്ഷെ ആമസോണിൽ ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ട് ആമസോണിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പൊ ഞാൻ ഓൾറെഡി പുറത്തായതുകൊണ്ട് അവരുടെയും പറഞ്ഞ് പുറത്തുനിന്ന് കോണ്ടാക്ട് ചെയ്യാം, അവിടുന്ന് മേടിക്കാം, പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവര് നോക്കുമ്പോ അവര് പറഞ്ഞു പിക്കപ്പ് വാനിലുള്ളത് പറഞ്ഞു. പിന്നെ നോക്കുമ്പോ ഗൈസ്, ഇത്രയും വലിയ സാധനം, എന്റെ കൊറേ കാലത്തെ വിഷ് ലിസ്റ്റിൽ കിടക്കുന്ന സാധനം, ഒരു വൈറ്റ് ഡെസ്ക്. അത് ഞാൻ ആമസോണിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മേടിക്കാൻ ഇങ്ങനെ പോവായിരുന്നു. പിന്നെ ആ സർപ്രൈസ് ആയിട്ട് സാധനം കിട്ടിയിരിക്കണ്. എന്റെ ഹന എനിക്ക് മേടിച്ചെന്നാണ് സർപ്രൈസ് ആയിട്ട്. പക്ഷെ ഞാനത് ഓപ്പൺ ആക്കിയിട്ടില്ല, ഞാൻ പുറത്തായിരുന്നത്, ഓപ്പൺ ആക്കിയില്ല. വീട്ടിൽ ചെന്നിട്ട് എന്തായാലും ഞാൻ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഇടുന്നതായിരിക്കും. ഒരു വിഷയം കൂടെ ഹന എനിക്ക് വാട്സപ്പിൽ അയച്ചെന്നാണ് കേട്ടാ. ഈ കൊറിയർ പോയി കളക്ട് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് കളക്ട് ചെയ്യുമ്പോൾ ഞാൻ എത്രത്തോളം ഹാപ്പിയാണെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റൂല. ഹാന എനിക്ക് സർപ്രൈസ് തന്ന പോലെ ഞാൻ ഹാനക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ഓളോളെ കോളേജിലല്ലേ, ഓൾ ഒരിക്കലും വിചാരിക്കില്ല ഞാൻ ഓളെ കാണാൻ അങ്ങോട്ട് വരുന്നത്. അത് ഞാൻ വണ്ടി ഓടിച്ച് വരുന്നോൾ തീരെ വിചാരിക്കില്ല. ഓളെ കാണാൻ വേണ്ടി നമ്മള് പോവാണ് കേട്ടോ ഗൈസ്. എനിക്ക് ഈ ഡെസ്ക് കിട്ടിയതിന്റെ എക്സൈറ്റ്മെന്റിനേക്കാൾ കൂടുതൽ ഓളെ കാണാൻ പോണ എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പൊ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹന വർക്ക് ചെയ്യുന്നത് നമ്മളെ മാനൂര് മലബാർ കോളേജിലാട്ടോ. അവിടേക്ക് നമ്മളിപ്പോൾ ഓളെ കാണാൻ വേണ്ടി പോണത്. സംഭവം റോഡൊക്കെ സൂപ്പറാണ്, ഫുള്ള് വളവും തിരിവും താഴ്ചയാണെന്നുള്ളൂ. അവിടെ തന്നെയാണ് മലബാർ ഡെന്റൽ കോളേജും ഉള്ളത്. ഫൈനലി ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അവളോട് ഞാൻ പറഞ്ഞിരിക്കണത് ഈ താഴത്തേക്ക് ഇറങ്ങി വായോ, എനിക്കൊരു കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവളെ താഴത്തേക്ക് ഇറക്കിയിരിക്കണത്. നമ്മളെ മുതൽ ഇറങ്ങി വരുന്നുണ്ട്, അവളെ കിട്ടിയിട്ടുണ്ട്. ചെന്ന പടം ഇറങ്ങി ചെന്ന് ഞാനൊന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത്, പക്ഷെ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഇത് ഓർഡർ ചെയ്തെന്നുള്ളതല്ലാതെ എന്നെ പോലെ ഓളും കണ്ടിട്ടില്ല ഇത് എന്താ സംഭവം. ഇത്രയും വലിയ ബോക്സ് ആവുന്ന ഞങ്ങൾ രണ്ടാളും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ ആദ്യം പോയി നോക്കിയതാ ബോക്സ് ആണ്. ഇത് എങ്ങനെയുണ്ടെന്ന് ജുനോട് ചോദിക്കണ എക്സ്പ്രഷൻ ആണ് ഇപ്പൊ ഓളെ മുഖത്ത് നമ്മൾ കാണുന്നത്. പോലെ തന്നെ ഓളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കിട്ടിയപ്പോ. ഈ മൈന്തുണിനായിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ആ മൈന്തിനായിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഗൈസ്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. അങ്ങനെ ആ മറ്റേ മൈന്തിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഓൾക്ക് വലിയ എക്സ്പ്രഷൻ ഒന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്നത്തെ ദിവസം തന്നെ ആ ഒരൊറ്റ കാര്യം കൊണ്ടേ എനിക്ക് ഓളിങ്ങനെ ഓൺ ചെയ്തപ്പോ എനിക്ക് സത്യം പറഞ്ഞ എന്റെ പന ഓർമ്മ വന്ന കേസ്. അപ്പൊ എനിക്ക് സന്തോഷം സങ്കടമൊക്കെ ഒരേപോലെ വന്നൊരു സമയമാണിത്. ഫൈനലി ഗൈസ്, ഞാൻ എന്റെ പേരേക്ക് വണ്ടി ഓടിച്ചു കൊടുത്തു. ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോയും ഇൻസ്റ്റാളേഷൻ വീഡിയോയും ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പൊ ശരി, ബൈ.